ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2026 മെയ്യിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അക്ഷര കൈരളിയിലെ +2 തുല്യത ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. Questions 1 to 4. Read the following lines and answer the questions given below. Each question carries 1 score. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ച ശേഷം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. വരികൾ വായിക്കാം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ്. ഒരിക്കലും വിജയിക്കാത്തവരാണ് വിജയത്തെ ഏറ്റവും മധുരമുള്ളതായി കണക്കാക്കുന്നത്. ടു കോംപ്രിഹെൻഡ് എ നെക്ടർ റിക്വയർസ് സോറസ് നീഡ്. അമൃത് അല്ലെങ്കിൽ നല്ല ഭക്ഷണത്തിൻ്റെ മാധുര്യം അറിയണമെങ്കിൽ വിശക്കുന്നവനെ മനസ്സിലാകൂ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ പോയറ്റ്. ഈ കവിത എഴുതിയ കവിയെ തിരിച്ചറിയുക. ആൻസർ: ദ പോയറ്റ് ഈസ് എമിലി ഡിക്കൻസൺ. എമിലി ഡിക്കൻസൺ ആണ് കവി. അടുത്ത ചോദ്യം, ബൈ ഹും ഈസ് സക്സസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. ആരാണ് വിജയത്തെ ഏറ്റവും മധുരമുള്ളതായി കണക്കാക്കുന്നത്? ആൻസർ: സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ പീപ്പിൾ ഹു നെവർ സക്സീഡ്. ഒരിക്കലും വിജയിക്കാത്തവരാണ് വിജയത്തെ ഏറ്റവും മധുരമുള്ളതായി കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കോംപ്രിഹെൻഡ്? ചൂസ് ദ ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. അബാൻഡൻ, അണ്ടർസ്റ്റാൻഡ്, ഇഗ്നോർ. കോംപ്രിഹെൻഡ്, ഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. കോംപ്രിഹെൻഡ് മീൻസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നാണ് കോംപ്രിഹെൻഡിൻ്റെ മീനിങ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് റിക്വയർഡ് ടു കോംപ്രിഹെൻഡ് എ നെക്ടർ? അമൃതിനെ മനസ്സിലാക്കാൻ എന്താണ് വേണ്ടത്? ആൻസർ: To comprehend nectar, we need the greatest need or great hunger. അമൃതിനെ മനസ്സിലാക്കാൻ ആവശ്യം അല്ലെങ്കിൽ വിശപ്പ് ആവശ്യമാണ്. Questions 5 to 8. Read the following passage and answer the questions given below. Each question carries 1 score. താഴെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം വായിച്ച ശേഷം 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. പാസേജ് വായിക്കാം. At that time, Triveni was a very popular writer in Kannada language. അന്നത്തെ കാലത്ത് കന്നഡ ഭാഷയിലെ വളരെ ജനപ്രിയയായ ഒരു എഴുത്തുകാരിയായിരുന്നു ത്രിവേണി. ഷീ വാസ് എ വണ്ടർഫുൾ റൈറ്റർ. അവർ ഒരു മികച്ച എഴുത്തുകാരിയായിരുന്നു. ഹെർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിങ്. വായിക്കാൻ എളുപ്പമുള്ളതായിരുന്നു അവരുടെ ശൈലി. ഹെർ സ്റ്റോറീസ് യൂഷ്വലി ഡെൽറ്റ് വിത്ത് കോംപ്ലക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ലൈവ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആൻഡ് വെയർ ഓൾവേസ് വെരി ഇൻട്രസ്റ്റിംഗ്. സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളാണ് അവരുടെ കഥകൾ കൈകാര്യം ചെയ്തിരുന്നത്. അവ എപ്പോഴും വളരെ രസകരമായിരുന്നു. നമുക്ക് ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ ലെസൺ. പാഠം ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ: ദ ലെസൺ ഈസ് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന പാഠത്തിലെ ഭാഗമാണിത്. അടുത്ത ചോദ്യം, ത്രിവേണി വാസ് എ പോപ്പുലർ റൈറ്റർ ഇൻ വിച്ച് ലാംഗ്വേജ്? ത്രിവേണി ഏത് ഭാഷയിലെ ജനപ്രിയ എഴുത്തുകാരിയായിരുന്നു? ആൻസർ: ത്രിവേണി വാസ് എ പോപ്പുലർ റൈറ്റർ ഇൻ കന്നഡ ലാംഗ്വേജ്. ത്രിവേണി കന്നഡ ഭാഷയിലെ പ്രശസ്ത എഴുത്തുകാരിയായിരുന്നു. അടുത്ത ചോദ്യം, വാട്ട് വാസ് ത്രിവേണി സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്? ത്രിവേണിയുടെ രചനകളുടെ ശൈലി എന്തായിരുന്നു? ആൻസർ: ഹെർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിങ്. വായിക്കാൻ എളുപ്പമുള്ളതും വളരെ വേഗം മനസ്സിലാകുന്നതുമായിരുന്നു അവരുടെ ശൈലി. അടുത്ത ചോദ്യം, വാട്ട് ടോപ്പിക്സ് ഡിഡ് ഹെർ സ്റ്റോറീസ് യൂഷ്വലി അഡ്രസ്? ത്രിവേണിയുടെ കഥകൾ സാധാരണയായി ഏതൊക്കെ വിഷയങ്ങളാണ് സംബോധന ചെയ്തിരുന്നത്? ആൻസർ: ഹെർ സ്റ്റോറീസ് യൂഷ്വലി ടോക്ക്ഡ് അബൌട്ട് കോംപ്ലക്സ് പ്രോബ്ലംസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. സാധാരണക്കാരുടെ മനസ്സിലെ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു അവരുടെ കഥകൾ സാധാരണയായി കൈകാര്യം ചെയ്തിരുന്നത്. Questions 9 to 12. Answer any 3 from the following. Each question carries 2 scores. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതം. ചോദ്യം നോക്കാം. വൈ വാസ് ഇറ്റ് നോട്ട് ഡിഫിക്കൽട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ്സസ് ഓഫ് റോം? റോമിലെ ബസ്സുകളിൽ സമയം കളയാൻ ബുദ്ധിമുട്ടില്ലായിരുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ: ദ ബസ് റൈഡ് വാസ് എൻജോയബിൾ ബിക്കോസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ സീനറി ആൻഡ് ആർക്കിടെക്ചർ. മനോഹരമായ സീനറിയും വാസ്തുവിദ്യയും കാരണം ബസ് യാത്ര ആസ്വാദികരമായിരുന്നു. അടുത്ത ചോദ്യം, റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക. ചോദ്യം നോക്കാം.
Ramya. Rohan, who made this cake? Rohan, my mother made these cakes. Answer നോക്കാം. Ramya asked Rohan, who had made the cake? Rohan replied that his mother had made those cakes. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ സെന്റൻസസ് വിത്ത് സ്യൂട്ടബിൾ ക്ലോസസ്. അനുയോജ്യമായ ക്ലോസസ് ഉപയോഗിച്ച് സെന്റൻസ് പൂർത്തിയാക്കുക. ചോദ്യം നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ ഡാഷ്. നെക്സ്റ്റ് വൺ, ഇഫ് ദേ റീച്ച് ദെയർ ഓൺ ടൈം ഡാഷ്. ആൻസർ നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം ഈസിലി. നന്നായി പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷ എളുപ്പത്തിൽ ജയിക്കുമായിരുന്നു. നെക്സ്റ്റ് വൺ, ഇഫ് ദേ റീച്ച് ദെയർ ഓൺ ടൈം ദേ വിൽ ക്യാച്ച് ദ ബസ്. അവർ കൃത്യസമയത്ത് അവിടെ എത്തിയാൽ ബസ് കിട്ടും. അടുത്ത ചോദ്യം, ഹൂ വാസ് ജഡായു. ആരായിരുന്നു ജഡായു? വാട്ട് വാസ് ഹിസ് ഡ്രീം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം? ആൻസർ, ജഡായു വാസ് എ റൈറ്റർ ഓഫ് ക്രൈം ത്രില്ലേഴ്സ് ആൻഡ് എ ഫ്രണ്ട് ഓഫ് ഫെലൂഡ. ക്രൈം ത്രില്ലറുകളുടെ രചയിതാവും ഫെലൂദയുടെ കൂട്ടുകാരനുമായിരുന്നു ജഡായു. ഹിസ് ഡ്രീം വാസ് ടു റൈഡ് എ ക്യാമൽ ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ ഒരു ഒട്ടകത്തിൻ്റെ പുറത്തു കയറി സഞ്ചരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. Questions 13 to 19. Answer any 5 from the following. Each question carries 4 scores. 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. ചോദ്യം നോക്കാം. There are 4 mistakes in the following passage. Identify and correct them. താഴെ കൊടുത്തിരിക്കുന്ന പാഠഭാഗത്തിൽ 4 തെറ്റുകളുണ്ട്. അവ കണ്ടുപിടിച്ച് ശരിയായി എഴുതുക. ഇതിൽ 4 അല്ല 5 തെറ്റുണ്ട്. ചോദ്യപേപ്പർ ഇട്ട ആൾക്ക് മാറിപ്പോയതാകും. നമുക്ക് ആൻസർ നോക്കാം. ഇത് ഗുഡ് മാനേഴ്സ് എന്ന ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫാണ്. ആർ, ഓൺ, സ്പീക്ക്, ക്ലിയർലി, ഫോർ എന്നിവയാണ് ആൻസർ. അടുത്ത ചോദ്യം, മാച്ച് ദി ഓതേഴ്സ് ഇൻ ദ ലെഫ്റ്റ് കോളം വിത്ത് ദെയർ കറസ്പോണ്ടിങ് ലെസൺസ് ഇൻ ദ റൈറ്റ് കോളം. 2 കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ പേരും എഴുത്തുകാരുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. അവ ശരിയായി എഴുതുക. ആൻസർ നോക്കാം. എസ്കെ പൊറ്റക്കാർ, ദ ഗിഫ്റ്റ്. ആലിസ് വോക്കർ, റിമെമ്പർ മീ. റസ്കിൻ ബോൺ, മൈ എക്സെൻട്രിക് ഗേൾസ്. സത്യജിത്ത് റേ, ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ്. അടുത്ത ചോദ്യം, റൈറ്റ് ആൻ അപ്രീഷിയേഷൻ ഓഫ് ദ ഫോളോയിങ് ലൈൻസ്. താഴെ കൊടുത്തിരിക്കുന്ന വരികളുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. വരികൾ വായിക്കാം. All the world is a stage, and all men and women merely players. They have their exits and their entrances, and one man in his time plays many parts. ഇത് ദ 7 ഏജസ് ഓഫ് മാൻ എന്ന ഷേക്സ്പിയറുടെ കവിതയിലെ വരികളാണ്. ഈ ചാപ്റ്ററിൻ്റെ മലയാള വിവരണം നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. നമുക്ക് ആൻസർ നോക്കാം. These lines are from William Shakespeare's poem The 7 Ages of Man. വില്യം ഷേക്സ്പിയറുടെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിതയിൽ നിന്നുള്ളതാണ് ഈ വരികൾ. In these lines, Shakespeare says that the whole world is like a stage and all men and women are just actors on it. ലോകം മുഴുവൻ ഒരു വേദി പോലെയാണെന്നും എല്ലാ പുരുഷന്മാരും സ്ത്രീകളും അതിലെ അഭിനേതാക്കൾ മാത്രമാണെന്നും ഷേക്സ്പിയർ പറയുന്നു. ആക്ടേഴ്സ് കം ഓൺ ടു ദ സ്റ്റേജ്, ആക്ട് ഫോർ എ while ആൻഡ് ദെൻ ഗോ ഔട്ട്. അഭിനേതാക്കൾ വേദിയിൽ വരുന്നു, കുറച്ചുനേരം അഭിനയിക്കുന്നു, പിന്നെ പുറത്തു പോകുന്നു. In the same way, people are born, live for some time and then die. അതുപോലെ ആളുകൾ ജനിക്കുന്നു, കുറച്ചുകാലം ജീവിക്കുന്നു, പിന്നെ മരിക്കുന്നു. During one life, a person plays many roles like a baby, a student, a lover, a soldier and an old man. ജീവിതത്തിൽ ഒരാൾ പല വേഷങ്ങൾ ചെയ്യുന്നു. ഒരു കുഞ്ഞ്, ഒരു വിദ്യാർത്ഥി, കാമുകൻ, പട്ടാളക്കാരൻ, വൃദ്ധൻ എന്നിങ്ങനെ. Shakespeare uses the picture of a theatre to explain how life keeps changing. ജീവിതം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ഷേക്സ്പിയർ ഒരു നാടകവേദി ഉദാഹരണമായി ഉപയോഗിക്കുന്നു. The poem teaches us that we should do our best in every part of life because each role does not last forever. ഓരോ വേഷവും എന്നേക്കുമായി നിലനിൽക്കാത്തതിനാൽ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാം നമ്മുടെ പരമാവധി ചെയ്യണമെന്ന് ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. The words are simple, the idea is clear and the message is very beautiful.
ഈ കവിത അവതരിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ലളിതമാണ്. ഇതിലെ ആശയം വളരെ വ്യക്തമാണ്. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം വളരെ മനോഹരവുമാണ്. ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് മിസ്സിസ് പിയേഴ്സൺ. മിസ്സിസ് പിയേഴ്സന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ക്യാരക്ടർ സ്കെച്ച് ഒരുമിച്ച് ഒരു വീഡിയോയായി നമ്മുടെ ചാനലിലുണ്ട്. അതിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഉണ്ട്. അത് നോക്കി പഠിക്കുക. അടുത്ത ചോദ്യം, റൈറ്റ് 4 വാർണിംഗ് മെസ്സേജസ് ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ്സ്. മയക്കുമരുന്നുകളുടെ അപകടങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന 4 മുന്നറിയിപ്പ് എഴുതുക. ആൻസർ നോക്കാം. ഡ്രഗ്സ് ക്യാൻ ഡിസ്ട്രോയ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. മയക്കുമരുന്നുകൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കും. നെക്സ്റ്റ് വൺ, ഡ്രഗ്സ് റൂയിൻ യുവർ ഫ്യൂച്ചർ. മയക്കുമരുന്ന് നിങ്ങളുടെ ഭാവി നശിപ്പിക്കും. നെക്സ്റ്റ് വൺ സ്മോൾ ട്രൈ ക്യാൻ ബിക്കം എ ബിഗ് പ്രോബ്ലം. മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഒരു ചെറിയ ശ്രമം പോലും വലിയ പ്രശ്നമായി മാറിയേക്കാം. നെക്സ്റ്റ് വൺ, സേ നോ ടു ഡ്രഗ്സ് ആൻഡ് യെസ് ടു എ ഹെൽത്തി ലൈഫ്. മയക്കുമരുന്നിനോട് നോ എന്ന് പറയുക, ആരോഗ്യകരമായ ജീവിതത്തിന് യെസ് എന്ന് പറയുക. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദി ഓഥർ കൺസിഡർ ദ സെമിട്രി ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് ഇൻ ദ സ്റ്റോറി ദ ഗിഫ്റ്റ്. ദ ഗിഫ്റ്റ് എന്ന കഥയിൽ രചയിതാവ് സെമിത്തേരിയെ മരണത്തിൻ്റെ മണിയറയായി കണക്കാക്കിയത് എന്തുകൊണ്ടാണ്? ആൻസർ നോക്കാം. ദി ഓഥർ കോൾഡ് ദ സെമിട്രി ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് ബിക്കോസ് ഇറ്റ് വാസ് എ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ശാന്തമായ ഒരു സ്ഥലമായതിനാലാണ് രചയിതാവ് സെമിത്തേരിയെ മരണത്തിൻ്റെ മണിയറ എന്ന് വിളിച്ചത്. When he looked inside, he felt drawn to it. സെമിത്തേരിയുടെ അകത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. He thought it was a special place where people went to remember their loved ones. ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാൻ പോകുന്ന ഒരു പ്രത്യേക സ്ഥലമാണിതെന്ന് അദ്ദേഹം കരുതി. അടുത്ത ചോദ്യം, ഹു വാസ് മൈക്കിൾസ് കോച്ച് ആൻഡ് ഹൗ ഡിഡ് ഹി ട്രെയിൻ ഹിം. മൈക്കലിൻ്റെ പരിശീലകൻ ആരായിരുന്നു? അദ്ദേഹം എങ്ങനെയാണ് മൈക്കലിനെ പരിശീലിപ്പിച്ചത്? വാട്ട് വാസ് ഹിസ് പാഷൻ. എന്തിനോടായിരുന്നു മൈക്കൽ അത്യുത്സാഹം കാണിച്ചിരുന്നത്? ആൻസർ, ബേർഡ് സ്റ്റോൺ. മൈക്കിൾസ് ഫാദർ വാസ് ഹിസ് കോച്ച്. മൈക്കലിൻ്റെ പിതാവായ ബേർഡ് സ്റ്റോൺ ആയിരുന്നു മൈക്കലിൻ്റെ പരിശീലകൻ. ഹി ട്രെയിൻ ഹിം വിത്ത് എ സ്ട്രിക്റ്റ് വർക്കൗട്ട് പ്ലാൻ. കർശനമായ വർക്കൗട്ട് പ്ലാനോടെയായിരുന്നു അദ്ദേഹം മൈക്കലിനെ പരിശീലിപ്പിച്ചത്. ഹിസ് പാഷൻ വാസ് പോൾ വോൾട്ടിംഗ്. പോൾ വോൾട്ടിങ്ങിനോടായിരുന്നു മൈക്കൽ ആവേശം കാണിച്ചിരുന്നത്. Questions 20 to 25. Answer any 5 from the following. Each question carries 6 scores. 20 മുതൽ 25 വരെയുള്ള ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 6 മാർക്ക് വീതം. ചോദ്യം നോക്കാം. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ ഓഫ് ദ പോം ട്രാവൽ. ട്രാവൽ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഈ ചാപ്റ്ററിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് നോക്കി പഠിക്കുക. അടുത്ത ചോദ്യം, റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ഗുഡ് മാനേഴ്സ് ടേക്കിംഗ് ഹിൻസ് ഫ്രം ജെ.സി. ഹിൽസ് ലെസൺ ടൈറ്റിൽ ഗുഡ് മാനേഴ്സ്. ജെ.സി. ഹില്ലിൻ്റെ ഗുഡ് മാനേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് സൂചനകൾ എടുത്ത് ഗുഡ് മാനേഴ്സിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഇമെയിൽ നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുക. ആൻസർ നോക്കാം. ആൻസർ ഷീറ്റിൻ്റെ 4 സൈഡും വരയ്ക്കുക. സെൻഡ് എന്ന് ചെറിയൊരു ബോക്സ് വരയ്ക്കുക. ഫ്രം, ടു, സി, സബ്ജക്റ്റ് എന്നിവ ചിത്രത്തിൽ കാണുന്നത് പോലെ വരയ്ക്കുക. ഫ്രമ്മിൽ അയക്കുന്ന ആളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക. ഇവിടെ nandita@gmail.com എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടൂവിൽ റിസീവറുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക. ഇവിടെ hansika@gmail.com എന്നാണ് കൊടുത്തിരിക്കുന്നത്. സി എന്ന ബോക്സിൽ ഒന്നും എഴുതേണ്ടതില്ല. അടുത്തത് സബ്ജക്റ്റ് എഴുതുക. ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് മാനേഴ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് സാല്യൂട്ടേഷൻ എഴുതുക. ഇവിടെ ഡിയർ ഹൻസിക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കണ്ടന്റ് എഴുതുക. അതിനുശേഷം ഇമെയിൽ ക്ലോസ് ചെയ്യുക. ഇവിടെ യുവർ ഫ്രണ്ട് നന്ദിത എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ്. ഇവിടെ സ്ഥലമില്ലാത്തതിനാൽ അടുത്ത സ്ലൈഡിലാണ് കണ്ടന്റ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇമെയിൽ എഴുതുമ്പോൾ ഒരു പേജിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഡിയർ ഹൻസിക, ഐ ഹോപ്പ് യു ആർ ഫൈൻ. നീ സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ജസ്റ്റ് റെഡ് എ ലെസൺ കോൾഡ് ഗുഡ് മാനേഴ്സ് ബൈ ജെ.സി. ഹിൽ ആൻഡ് ഐ വാണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്.
ജെ.സി. ഹിൽ എഴുതിയ ഗുഡ് മാനേഴ്സ് എന്ന പാഠം ഞാൻ ഇപ്പോൾ വായിച്ചു. അതിനെക്കുറിച്ച് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ ലെസൺ സെസ് ഗുഡ് മാനേഴ്സ് മീൻ ബീങ് കൈൻഡ് ആൻഡ് തിങ്കിങ് അബൌട്ട് അതേഴ്സ്. ഗുഡ് മാനേഴ്സ് നല്ല പെരുമാറ്റം എന്നാൽ മറ്റുള്ളവരോട് ദയ കാണിക്കുക, അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പാഠത്തിൽ പറയുന്നത്. For example, if we are sitting in a bus or train and see an old person standing, we should give them our seat because they may feel very tired. ഉദാഹരണത്തിന്, നമ്മളൊരു ബസ്സിലോ ട്രെയിനിലോ ഇരിക്കുമ്പോൾ വയസ്സായ ആളുകൾ നിൽക്കുന്നത് കണ്ടാൽ അവർക്ക് നമ്മളെക്കാൾ ക്ഷീണം തോന്നുമെന്നതിനാൽ നമ്മുടെ സീറ്റ് അവർക്ക് കൊടുക്കണം. We should also speak clearly so others can hear us, and we should not make fun of people who walk or talk slowly. മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൾ കേൾക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ വ്യക്തമായി സംസാരിക്കണം. പതുക്കെ നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ആളുകളെ കളിയാക്കരുത്. The lesson also tells us to be humble and remember that we might be wrong when we argue, so we must listen to others too. ഈ പാഠം നമ്മളെ എളിമയുള്ളവരായിരിക്കാനും വാദിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റാമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. J.C. Hill says we should do good and help people whenever we can because we get only one chance in life. ജീവിതത്തിൽ നമുക്ക് ഒരു അവസരം മാത്രമേ ലഭിക്കൂ എന്നതിനാൽ നമുക്ക് കഴിയുമ്പോഴെല്ലാം നന്മ ചെയ്യുകയും ആളുകളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ജെ.സി. ഹിൽ പറയുന്നു. I think these small things can make us more polite and make others happy. ഈ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൂടുതൽ മര്യാദയുള്ളവരാക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ഇതിനെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത്? ഐ ആം ഹോപ്പിംഗ് ടു ഗെറ്റ് യുവർ റിപ്ലൈ സൂൺ. നിന്റെ മറുപടി ഉടൻ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യുവർ ഫ്രണ്ട് നന്ദിത. ഇത്രയുമാണ് ഇമെയിൽ. അടുത്ത ചോദ്യം, റൈറ്റ് ആൻ ആർട്ടിക്കിൾ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോർ പബ്ലിക്കേഷൻ ഇൻ ദി ഒബ്സർവർ മാഗസിൻ. ഒബ്സർവർ മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. ആൻസർ നോക്കാം. ഒരു ടൈറ്റിൽ കൊടുക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാൽ സുസ്ഥിര വികസനം എന്നാണ് മീനിങ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നാൽ പരിസ്ഥിതി സംരക്ഷണം എന്നാണ് മീനിങ്. അവർ എർത്ത് ഈസ് അവർ ഹോം. നമ്മുടെ ഭൂമി നമ്മുടെ വീടാണ്. വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നമ്മൾ ഭൂമിയെ പരിപാലിക്കണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഹെൽപ്പ് us ഡു ദിസ്. സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഇതിന് നമ്മളെ സഹായിക്കുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീൻസ് യൂസിങ് റിസോഴ്സസ് ഇൻ എ സ്മാർട്ട് വേ. സുസ്ഥിര വികസനം എന്നാൽ വിഭവങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നതാണ്. ഇറ്റ് മീൻസ് വി ഷുഡ് യൂസ് വാട്ടർ, ട്രീസ് ആൻഡ് മിനറൽസ് വിത്തൗട്ട് വേസ്റ്റിംഗ് ദം. അതായത് വെള്ളം, മരങ്ങൾ, ധാതുക്കൾ എന്നിവ പാഴാക്കാതെ ഉപയോഗിക്കുക എന്നതാണ്. വി ഷുഡ് ഓൾസോ തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഇഫ് വി കട്ട് ഓൾ ദ ട്രീസ് ടുഡേ, ചിൽഡ്രൻ ടുമോറോ വിൽ ഹാവ് നോ ഫോറസ്റ്റ്. ഇന്ന് നമ്മൾ എല്ലാ മരങ്ങളും വെട്ടിയാൽ നാളത്തെ തലമുറയ്ക്ക് കാടുകൾ ഉണ്ടാകില്ല. ഇഫ് വി പൊല്യൂട്ട് ഓൾ ദ വാട്ടർ ടുഡേ, പീപ്പിൾ ടുമോറോ വിൽ ഹാവ് നോ ക്ലീൻ വാട്ടർ ടു ഡ്രിങ്ക്. ഇന്ന് നമ്മൾ എല്ലാ ജലവും മലിനമാക്കിയാൽ നാളെ ആളുകൾക്ക് കുടിക്കാൻ ശുദ്ധജലം ലഭിക്കില്ല. Environmental protection means keeping our air, water and land clean. പരിസ്ഥിതി സംരക്ഷണം എന്നാൽ നമ്മുടെ വായു, ജലം, ഭൂമി എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. We should not throw waste on the roads or in rivers. റോഡുകളിലോ നദികളിലോ മാലിന്യം വലിച്ചെറിയരുത്. We should plant more trees. കൂടുതൽ മരങ്ങൾ നടണം. Trees give us fresh air and keep the earth cool. മരങ്ങൾ നമുക്ക് ശുദ്ധവായു നൽകുകയും ഭൂമിയെ തണുപ്പിക്കുകയും ചെയ്യും. We should also save electricity and use public transport or bicycles. വൈദ്യുതി ലാഭിക്കുകയും പൊതുഗതാഗതമോ സൈക്കിളോ ഉപയോഗിക്കുകയും വേണം. We can all help.
നമുക്ക് എല്ലാവർക്കും സഹായിക്കാനാകും. സ്റ്റുഡൻസ് ക്യാൻ പ്ലാൻ ട്രീസ് ഇൻ സ്കൂൾ. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ മരങ്ങൾ നടാം. ദേ ക്യാൻ ടേൺ ഓഫ് ലൈറ്റ്സ് വെൻ നോട്ട് നീഡഡ്. ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റുകൾ ഓഫ് ചെയ്യാം. ദേ ക്യാൻ യൂസ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ്. പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണി സഞ്ചികൾ ഉപയോഗിക്കാം. സ്മോൾ സ്റ്റെപ്സ് ബൈ മെനി പീപ്പിൾ മേക്ക് എ ബിഗ് ചേഞ്ച്. പലരുടെയും ചെറിയ ചുവടുവയ്പ്പുകൾ വലിയ മാറ്റത്തിന് കാരണമാകും. ഇൻ ദി എൻഡ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആർ ഫോർ അവർ ഓൺ ഗുഡ്. ചുരുക്കി പറഞ്ഞാൽ സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവും നമ്മുടെ സ്വന്തം നന്മയ്ക്കാണ്. If we protect nature today, nature will protect us tomorrow. ഇന്ന് നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ നാളെ പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. അടുത്ത ചോദ്യം, റൈറ്റ് എ ബ്ലോഗ് പോസ്റ്റ് ഡിസ്ക്രൈബിംഗ് മൗറിസ് ഹെർസോഗ്സ് മൗണ്ടനിയറിംഗ് എക്സ്പീരിയൻസസ് ആസ് ഹി ഡിസ്ക്രൈബ് ദം ഇൻ ദ ലെസൺ ദി അവലാഞ്ച്. ദി അവലാഞ്ച് എന്ന പാഠത്തിൽ മൗറിസ് ഹെർസോഗ് പർവ്വതാരോഹണ അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു ബ്ലോഗ് പോസ്റ്റ് തയ്യാറാക്കുക. ആൻസർ നോക്കാം. ഒരു ടൈറ്റിൽ കൊടുക്കുക, മൗറിസ് ഹെർസോഗ്സ് ഫൈറ്റ് ഫോർ സർവൈവൽ. മൗറിസ് ഹെർസോഗിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടം എന്നാണ് ടൈറ്റിൽ. മൗറിസ് ഹെർസോഗ് was a brave climber, and in the lesson The Avalanche, he tells us about a very dangerous day in the high mountains. ധീരനായ പർവ്വതാരോഹകനായിരുന്നു മൗറിസ് ഹെർസോഗ്. അവലാഞ്ച് എന്ന ചാപ്റ്ററിൽ ഒരു പർവ്വതം കീഴടക്കുമ്പോൾ ഉണ്ടായ വളരെ അപകടം നിറഞ്ഞ ഒരു ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. While coming down, Herzog's feet and hands were hurt by cold, so he could not walk well. താഴേക്ക് ഇറങ്ങുമ്പോൾ കാലുകളും കൈകളും തണുപ്പിൽ പരിക്കേറ്റതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായി നടക്കാൻ കഴിഞ്ഞില്ല. His friend ഷാർട്സ് tied a rope around him and pulled him slowly. അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ഷാർട്സ് അദ്ദേഹത്തെ ഒരു കയർ കെട്ടി പതുക്കെ വലിച്ചു. Suddenly, the snow broke under the Sherpa's feet and Herzog was thrown down and spun round in the snow. പെട്ടെന്ന് ഷേർപ്പകളുടെ കാലിനടിയിലേക്ക് മഞ്ഞ് വീണു. ഹെർസോഗ് താഴേക്ക് വീഴുകയും മഞ്ഞിൽ തെന്നി മറിയുകയും ചെയ്തു. The rope went tight around his neck and hurt him. അദ്ദേഹത്തിന്റെ ദേഹത്ത് കെട്ടിയിരുന്ന കയർ കഴുത്തിൽ മുറുകി അദ്ദേഹത്തിന് വേദനിച്ചു. He hit the ice again and again. അദ്ദേഹം വീണ്ടും വീണ്ടും ഐസിൽ തട്ടി. Then he was hanging upside down in a crack in the ice. പിന്നീട് അദ്ദേഹം ഐസിലെ ഒരു വിള്ളലിൽ തല കീഴായി തൂങ്ങിക്കിടന്നു. His Sherpa friends Ayla and Saki pulled him up with the rope and he fell on the snow very tired. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സായ ഷെർപ്പകൾ ഐലയും സാർക്കിയും കയറിട്ട് അദ്ദേഹത്തെ വലിച്ചു. അദ്ദേഹം വളരെ ക്ഷീണിതനായി മഞ്ഞിൽ വീണു. Going down was very hard. താഴേക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. His hands were bleeding and his feet did not work. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് രക്തം വന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ അനക്കാൻ വയ്യാത്ത അവസ്ഥയിലുമായി. But the Sherpas held him and helped him step by step. പക്ഷേ ഷെർപ്പകൾ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു നിർത്തി നടക്കാൻ സഹായിച്ചു. Near Camp 2, another Sherpa named Futarki came to help him walk. ക്യാമ്പ് 2 സമീപം ഫുതാർക്കി എന്ന മറ്റൊരു ഷെർപ്പ അദ്ദേഹത്തെ നടക്കാൻ സഹായിക്കാനെത്തി. ഹെർസോഗ് ഓൾസോ സോ ഹിസ് അതർ ഫ്രണ്ട്സ് കം ഡൗൺ. ഹെർസോഗ് തൻ്റെ മറ്റുള്ള ഫ്രണ്ട്സ് താഴേക്ക് വരുന്നത് കണ്ടു. സം കുഡ് നോട്ട് സീ വെൽ ആൻഡ് സം ഹാഡ് കോൾഡ് ഫീറ്റ് ബട്ട് ഓൾ വെയർ അലൈവ്. ചിലർക്ക് നന്നായി കാണാൻ കഴിഞ്ഞിരുന്നില്ല, ചിലരുടെ കാലുകൾ തണുത്ത് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലുമായിരുന്നു. പക്ഷേ എല്ലാവരും ജീവനോടെ ഉണ്ടായിരുന്നു. This story shows that mountains are beautiful but also dangerous. പർവ്വതങ്ങൾ മനോഹരമാണെന്നും എന്നാൽ അപകടകാരികളാണെന്നും ഈ കഥ കാണിച്ചു തരുന്നു. It also shows that courage and help from friends can save us in hard times. ധൈര്യവും ഫ്രണ്ട്സിൽ നിന്നുള്ള സഹായവും പ്രയാസകരമായ സമയങ്ങളിൽ നമ്മളെ രക്ഷിക്കുമെന്നും ഇത് നമുക്ക് കാണിച്ചു തരുന്നു. അടുത്ത ചോദ്യം, റൈറ്റ് എ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ദ റിട്ടയർമെന്റ് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ ഫ്രം ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ്. ക്രിക്കറ്റിൽ നിന്നും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വിരമിക്കലിനെ കുറിച്ച് ഒരു വാർത്താ റിപ്പോർട്ട് എഴുതുക. ആൻസർ നോക്കാം. ന്യൂസ് റിപ്പോർട്ടിന് ഒരു തലക്കെട്ട് കൊടുക്കുക. ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ പ്ലേസ് ഫൈനൽ മാച്ച് റിട്ടയർസ് ഫ്രം ക്രിക്കറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്.
അതിനുശേഷം ന്യൂസ് റിപ്പോർട്ട് എഴുതുന്ന ആളുടെ പേര് കൊടുക്കുന്നു. ഇവിടെ ബൈ അനാമിക, സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തുടർന്ന് പ്ലേസ് ലൈൻ എഴുതുക. ഇവിടെ മുംബൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഡേറ്റ് ലൈൻ 16th November 2013 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ന്യൂസ് ബോഡിയിലേക്ക് കടക്കുക. ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ entered his 24-year career yesterday after playing his 200th and final test match against the West Indies at Wankhede Stadium. വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ തൻ്റെ 200ാമത്തെയും അവസാനത്തെയും മത്സരം കളിച്ചതിന് ശേഷമാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ 24 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചത്. The 40-year-old batsman gave an emotional farewell speech after the match. 40-കാരനായ അദ്ദേഹം വികാരഭരിതമായ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തി. He thanked his family, coach Achrekar sir, teammates and millions of fans who supported him throughout his journey. തൻ്റെ കുടുംബത്തിനും പരിശീലകൻ അച്ചരേക്കർ സാറിനും സഹതാരങ്ങൾക്കും തൻ്റെ യാത്രയിലുടനീളം പിന്തുണച്ച ദശലക്ഷക്കണക്കിന് ആരാധകർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. Sachin, who started playing for India at the age of 16, said, "Cricket will always stay in my heart, but there are no more matches for me now." ഇന്ത്യയ്ക്ക് വേണ്ടി 16ാമത്തെ വയസ്സിൽ കളിച്ചു തുടങ്ങിയ അദ്ദേഹം പറഞ്ഞു, ക്രിക്കറ്റ് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും, ഇനി മത്സരങ്ങളിലേക്ക് താനില്ല. He also spoke about his father, who encouraged him at the age of 11 to chase his dreams. 11ാം വയസ്സിൽ തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ പ്രോത്സാഹിപ്പിച്ച പിതാവിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. Known as the god of cricket, Sachin scored 100 international centuries and won top awards like the Bharat Ratna. ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടുകയും ഭാരത് രത്നം പോലുള്ള ഉന്നത ബഹുമതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. As he left the field for the last time, the crowd chanted "Sachin, Sachin." അവസാനമായി അദ്ദേഹം കളിക്കളം വിട്ടപ്പോൾ കാണികൾ സച്ചിൻ സച്ചിൻ എന്ന് ആർത്തു വിളിച്ചു. His retirement has left cricket fans emotional, but his records and dedication will continue to inspire young players across the country. അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ ക്രിക്കറ്റ് ആരാധകരെ വികാരഭരിതരാക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളും സമർപ്പണവും രാജ്യമെമ്പാടുമുള്ള യുവതാരങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് തുടരും. അടുത്ത ചോദ്യം, ഇമാജിൻ യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്റർവ്യൂ റസൂൽ പൂക്കുട്ടി, ദി ഓസ്കാർ വിന്നിംഗ് മ്യൂസിക് കമ്പോസർ. പ്രിപ്പയർ 3 questions and the possible answers. ഓസ്കാർ പുരസ്കാര ജേതാവായ സംഗീത സംവിധായകൻ റസൂൽ പൂക്കുട്ടിയുമായി അഭിമുഖം നടത്താൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചുവെന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തോട് ചോദിക്കാനുള്ള 3 ചോദ്യങ്ങളും അവയുടെ ഉത്തരവും എഴുതുക. ആൻസർ നോക്കാം. ഹൗ ഡിഡ് യു ഫീൽ ആഫ്റ്റർ വിന്നിംഗ് ദി ഓസ്കാർ? ഓസ്കാർ ലഭിച്ചതിന് ശേഷം താങ്കൾക്ക് എന്താണ് തോന്നിയത്? ഐ ഫെൽ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു മേക്ക് ഇന്ത്യ പ്രൗഡ്. ഇന്ത്യയെ അഭിമാനഭരിതമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നി. ക്വസ്റ്റ്യൻ 2, വാട്ട് ഈസ് സൗണ്ട് മിക്സിംഗ്? എന്താണ് ശബ്ദമിശ്രണം? It means adding and balancing all sounds in a movie to make it feel real. എല്ലാ ശബ്ദങ്ങളും ചേർത്ത് അത് യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുക എന്നതാണ് സൗണ്ട് മിക്സിംഗ്. ക്വസ്റ്റ്യൻ 3, what advice do you have for students? എന്ത് ഉപദേശമാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ളത്? Work hard, practice a lot and follow your passion. കഠിനാധ്വാനം ചെയ്യുക, പരിശീലിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിന്തുടരുക. Questions 26 to 28. Answer any 2 from the following. Each question carries 8 scores. 26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 8 മാർക്ക് വീതം. ചോദ്യം നോക്കാം. Prepare a speech on the topic, should AI development be paused to ensure ethical compliance? AI വികസിച്ചു വരുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? ധാർമ്മികത ഉറപ്പാക്കാൻ AI വികസനം നിർത്തണോ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക. ആൻസർ നോക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ടുഡേ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് എ ബിഗ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വലിയ ചോദ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Should we stop or pause AI development to make sure it follows ethics? AI വികസനം ധാർമ്മികത പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നമ്മൾ അത് നിർത്തണോ അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കണോ?
ഫസ്റ്റ് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് AI മീൻസ്. ആദ്യം AI എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. AI സ്റ്റാൻഡ്സ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI എന്നാൽ കൃത്രിമ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇറ്റ് മീൻസ് മെഷീൻസ് ദാറ്റ് ക്യാൻ തിങ്ക് ആൻഡ് ലേൺ ലൈക്ക് ഹ്യൂമൻസ്. മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും കഴിയുന്ന യന്ത്രങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. AI ഈസ് യൂസ്ഡ് ഇൻ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, റോബോട്ട്സ് ആൻഡ് ഈവൻ ഇൻ ഹോസ്പിറ്റൽസ്. ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും റോബോട്ടുകളിലും ആശുപത്രികളിൽ പോലും AI ഉപയോഗിക്കുന്നു. Now, why do some people say we should pause AI development? ചില ആളുകൾ AI വികസിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? They have some good reasons. അവർക്ക് ചില നല്ല കാരണങ്ങളുണ്ട്. AI can make mistakes. AIക്ക് തെറ്റുകൾ സംഭവിക്കാം. Sometimes AI shows wrong information or treats people unfairly. ചിലപ്പോൾ AI തെറ്റായ വിവരങ്ങൾ തരികയോ ആളുകളോട് അന്യായമായി പെരുമാറുകയോ ചെയ്യുന്നു. If AI is not trained well, it can be dangerous. AIയെ നന്നായി പരിശീലിപ്പിച്ചില്ലെങ്കിൽ അത് ആപത്താണ്. For example, AI used in cars must not make wrong decisions on the road. ഉദാഹരണത്തിന് കാറുകളിൽ ഉപയോഗിക്കുന്ന AI റോഡിൽ തെറ്റായ ദിശയോ മറ്റോ തിരഞ്ഞെടുത്താൽ അപകടമാണ്. AI used in schools must not give wrong answers to students. സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന AI വിദ്യാർത്ഥികൾക്ക് തെറ്റായ ഉത്തരങ്ങൾ കൊടുക്കരുത്. Some people also worry that AI can take away jobs. AI ജോലികൾ ഇല്ലാതാക്കുമെന്ന് ചിലർ ആശങ്കപ്പെടുന്നു. If we pause AI for some time, scientists can check it, fix mistakes, and make strong rules to keep people safe. AI കുറച്ചു കാലത്തേക്ക് താൽക്കാലികമായി നിർത്തിയാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് അത് പരിശോധിക്കാനും തെറ്റുകൾ പരിഹരിക്കാനും ആളുകളെ സുരക്ഷിതമായി വയ്ക്കാൻ ശക്തമായ നിയമങ്ങൾ നിർമ്മിക്കാനും കഴിയും. But there is another side too. പക്ഷേ മറ്റൊരു വശം കൂടിയുണ്ട്. If we stop AI development, we may also stop good things. നമ്മൾ AI വികസിപ്പിക്കുന്നത് നിർത്തിവെച്ചാൽ നല്ല കാര്യങ്ങളും നിർത്തിവെക്കേണ്ടി വരും. AI helps doctors find diseases early. രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ AI ഡോക്ടർമാരെ സഹായിക്കുന്നു. AI helps farmers grow more food. കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകരെ AI സഹായിക്കുന്നു. AI helps students learn in new ways. പുതിയ രീതികളിൽ പഠിക്കാൻ AI വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. If we pause AI, these good things will also stop. നമ്മൾ AI താൽക്കാലികമായി നിർത്തിക്കഴിഞ്ഞാൽ ഈ നല്ല കാര്യങ്ങളും നിന്നുപോകും. Also, other countries may keep making AI while we stop. കൂടാതെ നമ്മൾ നിർത്തിവെക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ AI നിർമ്മിക്കുന്നത് തുടർന്നേക്കാം. Then we may fall behind. അപ്പോൾ നമ്മൾ പിന്നോട്ട് പോയേക്കാം. So, what is the best answer? I think we do not need to fully stop AI. അപ്പോൾ ഏറ്റവും നല്ല ഉത്തരം എന്താണ്? AI പൂർണ്ണമായി നിർത്തേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു. But we must be careful. പക്ഷേ നമ്മൾ ജാഗ്രത പാലിക്കണം. Scientists, teachers and leaders should work together. ശാസ്ത്രജ്ഞരും അധ്യാപകരും നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണം. They should make clear rules for AI. AIക്കായി അവർ വ്യക്തമായ നിയമങ്ങൾ ഉണ്ടാക്കണം. They should test AI before it is used by everyone. എല്ലാവരും AI ഉപയോഗിക്കുന്നതിന് മുൻപ് അവർ അത് പരീക്ഷിക്കണം. This way AI can grow safely and also help people. ഈ രീതിയിൽ AIക്ക് സുരക്ഷിതമായി വളരാനും ആളുകളെ സഹായിക്കാനും കഴിയും. In conclusion, AI is a powerful tool. ചുരുക്കി പറഞ്ഞാൽ AI ഒരു ശക്തമായ ഉപകരണമാണ്. Like fire, it can help us or hurt us. തീ പോലെ അത് നമ്മളെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യും. We should not be scared of AI, but we should use it wisely. AIയെ നമ്മൾ ഭയപ്പെടരുത്, മറിച്ച് അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. We must make sure AI is fair, safe and good for all people. Thank you. AI സുരക്ഷിതവും എല്ലാവർക്കും ഉപകാരപ്രദമാണെന്നും നാം ഉറപ്പാക്കണം. Thank you. അടുത്ത ചോദ്യം, കമ്പോസ് ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഓഫ് വാർസ് ആസ് എ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. മനുഷ്യരാശിക്ക് എതിരായ ഒരു കുറ്റകൃത്യമാണ് യുദ്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു എസ്സേ എഴുതുക. ആൻസർ നോക്കാം. എ വാർ ഈസ് വെൻ കൺട്രീസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഫൈറ്റ് ഈച്ച് അതർ വിത്ത് വെപ്പൺസ്. രാജ്യങ്ങളോ ആളുകളുടെ ഗ്രൂപ്പുകളോ ആയുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം പോരടിക്കുന്നതിനെയാണ് യുദ്ധം എന്ന് പറയുന്നത്.
ഇൻ എ വോർ പീപ്പിൾ യൂസ് ഗൺസ് ആൻഡ് ബോംബ്സ് ടു ഹേർട്ട് വൺ അനദർ. ഒരു യുദ്ധത്തിൽ ആളുകൾ പരസ്പരം വേദനിപ്പിക്കാൻ തോക്കുകളും ബോംബുകളും ഉപയോഗിക്കുന്നു. വാർ ബ്രിങ്സ് ഓൺലി പെയിൻ, ടീയേഴ്സ് ആൻഡ് ലോസ്. യുദ്ധം വേദനയും കണ്ണീരും നഷ്ടവും മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. That's why many people call war a crime against humanity. അതുകൊണ്ടാണ് പലരും യുദ്ധത്തെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമെന്ന് വിളിക്കുന്നത്. ഇൻ എ വോർ മെനി പീപ്പിൾ ഡൈ. ഒരു യുദ്ധത്തിൽ നിരവധി ആളുകൾ മരിക്കുന്നു. സോൾജേഴ്സ് ഡൈ വൈൽ ഫൈറ്റിംഗ്. യുദ്ധത്തിനിടെ സൈനികർ മരിക്കുന്നു. ബട്ട് മെനി ഇന്നസെന്റ് പീപ്പിൾ ഓൾസോ ഡൈ. എന്നാൽ നിരപരാധികളായ നിരവധി ആളുകളും മരിക്കുന്നു. Women, children and all people who are not part of the fight also get hurt. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ എന്നിവർക്കും പരിക്കേൽക്കുന്നു. ഫാമിലീസ് ലോസ് their fathers, mothers and children. കുടുംബങ്ങൾക്ക് അച്ഛനെയും അമ്മയെയും കുട്ടികളെയും നഷ്ടപ്പെടുന്നു. This causes a lot of sadness. ഇത് വളരെയധികം ദുഃഖത്തിന് കാരണമാകുന്നു. No one deserves to die like this. ആരും ഇങ്ങനെ ഒരു മരണം അർഹിക്കുന്നില്ല. വാർ ഓൾസോ ബ്രേക്സ് ബിൽഡിംഗ്സ്, ഹൗസസ്, സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ്. യുദ്ധം കെട്ടിടങ്ങളും വീടുകളും സ്കൂളുകളും ആശുപത്രികളും തകർക്കുന്നു. പീപ്പിൾ ലോസ് their ഹോംസ് ആൻഡ് ഹാവ് ടു റൺ അവേ ടു സേഫ് പ്ലേസസ്. ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടി വരികയും ചെയ്യുന്നു. ദീസ് പീപ്പിൾ ആർ കോൾഡ് റെഫ്യൂജീസ്. ഈ ആളുകളെ അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നു. ചിൽഡ്രൻ കനോട്ട് ഗോ ടു സ്കൂൾ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. സിക്ക് പീപ്പിൾ കനോട്ട് ഗെറ്റ് ഹെൽപ്പ് ഇൻ ബ്രോക്കൺ ഹോസ്പിറ്റൽസ്. തകർന്ന ആശുപത്രികളിൽ രോഗികൾക്ക് ചികിത്സ ലഭിക്കില്ല. വാർ മേക്സ് ലൈഫ് വെരി ഡിഫിക്കൽട്ട് ഫോർ എവരിവൺ. യുദ്ധം എല്ലാവരുടെയും ജീവിതം വളരെ ദുഷ്കരമാക്കുന്നു. ഡ്യൂറിംഗ് വാർ പീപ്പിൾ ബിക്കം അഫ്രേഡ് ഓൾ ദ ടൈം. യുദ്ധസമയത്ത് ആളുകൾ എപ്പോഴും ഭയത്തിലായിരിക്കും. ദേ ഹിയർ ദ സൗണ്ട് ഓഫ് ബോംബ്സ് ആൻഡ് ഗൺസ്. എപ്പോഴും ബോംബുകളുടെയും തോക്കുകളുടെയും ശബ്ദം അവർ കേൾക്കുന്നു. ദേ ഡു നോട്ട് ഫീൽ സേഫ്. അവർക്ക് സുരക്ഷിതത്വം തോന്നില്ല. വാർ ഓൾസോ മേക്സ് പീപ്പിൾ ഹേറ്റ് ഈച്ച് അതർ. യുദ്ധം ആളുകളെ പരസ്പരം വെറുക്കാൻ പ്രേരിപ്പിക്കുന്നു. This hate can stay in people's heart for many years even after the war is over. യുദ്ധം അവസാനിച്ചതിന് ശേഷവും ഈ വെറുപ്പ് വർഷങ്ങളോളം ആളുകളുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കും. It is hard to build friendship again. വീണ്ടും സൗഹൃദം ഉണ്ടാക്കുക പ്രയാസമാണ്. കൺട്രീസ് ഓൾസോ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഓൺ വെപ്പൺസ് ആൻഡ് വോർ. യുദ്ധത്തിനും ആയുധങ്ങൾക്കും വേണ്ടി രാജ്യങ്ങൾ ഒരുപാട് പണം ചെലവാക്കുന്നു. ദിസ് മണി കുഡ് ബി യൂസ്ഡ് ടു ബിൽഡ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ആൻഡ് റോഡ്സ്. പകരം സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ എന്നിവ നിർമ്മിക്കാൻ ഈ പണം ഉപയോഗിക്കാം. ഇറ്റ് കുഡ് ബി യൂസ്ഡ് ടു ഹെൽപ്പ് പുവർ പീപ്പിൾ. ദരിദ്രരെ സഹായിക്കാൻ ഈ പണം ഉപയോഗിക്കാം. ബട്ട് ഇൻ വോർ മണി ഈസ് വേസ്റ്റഡ് ഓൺ ഡിസ്ട്രക്ഷൻ. എന്നാൽ യുദ്ധത്തിൽ പണം നാശത്തിനായി പാഴാക്കുന്നു. പീസ് മീൻസ് ലിവിങ് വിത്തൗട്ട് ഫൈറ്റിംഗ്. സമാധാനം എന്നാൽ യുദ്ധം ചെയ്യാതെ ജീവിക്കുക എന്നാണ്. വെൻ ദർ ഇസ് പീസ് പീപ്പിൾ ക്യാൻ ലിവ് സേഫ്ലി. സമാധാനം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും. ചിൽഡ്രൻ ക്യാൻ ഗോ ടു സ്കൂൾ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കും. ഫാമേഴ്സ് ക്യാൻ ഗ്രോ ഫുഡ്. കർഷകർക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം. ഡോക്ടേഴ്സ് ക്യാൻ ട്രീറ്റ് സിക്ക് പീപ്പിൾ. ഡോക്ടർമാർക്ക് രോഗികളെ ചികിത്സിക്കാം. കൺട്രീസ് ക്യാൻ ട്രേഡ് ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ. രാജ്യങ്ങൾക്ക് പരസ്പരം വ്യാപാരം നടത്താനും സഹായിക്കാനും കഴിയും. പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ബൈ ടോക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, നോട്ട് ബൈ ഫൈറ്റിംഗ്. പോരാടുന്നതിലൂടെയല്ല, സംസാരിച്ച് മനസ്സിലാക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. War is crime against humanity because it kills people, destroys life and spreads hate. യുദ്ധം മനുഷ്യരാശിക്കെതിരായ ഒരു കുറ്റകൃത്യമാണ്. കാരണം അത് ആളുകളെ കൊല്ലുകയും ജീവിതം നശിപ്പിക്കുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. It takes away joy and peace from the world. അത് ലോകത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും എടുത്തുകളയുന്നു. We should always choose peace. നമ്മൾ എപ്പോഴും സമാധാനം തിരഞ്ഞെടുക്കണം. By talking, sharing and respecting each other, we can make the world a better and safer place for everyone. പരസ്പരം സംസാരിക്കുന്നതിലൂടെയും പങ്കുവെക്കുന്നതിലൂടെയും ബഹുമാനിക്കുന്നതിലൂടെയും ലോകത്തെ എല്ലാവർക്കും ലോകത്തെ മികച്ചതും സുരക്ഷിതവുമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ കഴിയും. ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിഷിയേഷൻ ഓഫ് ദ പോം ഗിവൺ ബിലോ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ സോങ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. താഴെ കൊടുത്തിരിക്കുന്ന കവിതയെ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ഗാനവുമായി താരതമ്യം ചെയ്ത് എഴുതുക.
താഴെ കൊടുത്തിരിക്കുന്ന കവിത നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതാണ്. ഇത്തരം ചോദ്യങ്ങൾ എഴുതാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇത് അറ്റൻഡ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇത് തന്നെ എക്സാമിൽ ചോദിക്കണമെന്നുമില്ല. സോ ഇതിൻ്റെ ആൻസർ പഠിച്ച് നിങ്ങൾ സമയം പാഴാക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒപ്പം ചോദിച്ചിരിക്കുന്ന മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ഗാനത്തിൻ്റെ സമ്മറി നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർ കാണുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്